ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പ്ലാസ്റ്ററിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചില ആൾക്കാർക്ക് സംശയം കാണും, ഒരുപാട് ദിവസം കൊണ്ട് പ്ലാസ്റ്ററിങ്ങിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സൈറ്റിലെ ഓരോ വീഡിയോയും അതിൽ കൂടി ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ശരിക്കുമുള്ളൊരു സത്യം. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്താൽ നമുക്ക് എത്രത്തോളം എളുപ്പമാണ് നമുക്ക് ഈ ഭിത്തി പ്ലാസ്റ്ററിങ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈ വീട് പണി ചെയ്യുന്നവർക്ക്, ഇല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവർക്ക്, ഇല്ലെങ്കിൽ വർക്ക് എടുത്ത് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ചെയ്യുന്നത് സീലിംഗ് ഞങ്ങൾ തലേ ദിവസം പ്ലാസ്റ്ററിങ് ചെയ്തായിരുന്നു. അപ്പോൾ 2 റൂമിലെ സീലിംഗ് ഞങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ദിവസം ഈ ഭിത്തി പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ എത്രത്തോളം എളുപ്പമായിരിക്കും, നമുക്ക് എത്ര ആളുടെ പണിയാകും, നമുക്ക് എത്രത്തോളം ലാഭം കിട്ടും എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, ഞാൻ അതിന് തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ച്, വീട് പണിയുമായോ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് അറിയാവുന്ന, അതായത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം അരച്ച് കലക്കി കുടിച്ച ഒരാളല്ല ഞാൻ. കാരണം കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ തൊട്ട് ഇസഡ് വരെയും കംപ്ലീറ്റ് കാര്യങ്ങളും അറിയാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഞാൻ കുറച്ച് നാൾ കൊണ്ട് ഈ ഫീൽഡിലാണ്. അപ്പോൾ കുറച്ച് വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ വർക്കുകൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെയ്ത എക്സ്പീരിയൻസും അതിൻ്റെ കുറച്ച് നമ്മൾ ചെയ്യുന്തോറും അറിവുകൾ കിട്ടുമെന്നാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് എനിക്കറിയാവുന്ന അറിവുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമ്പോൾ ഞാൻ അതിന് തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ സാധാരണപ്പെട്ട ഈ റൂമിൽ റാക്ക് കൊടുക്കില്ല. ഇപ്പം കാരണം ഇതിൻ്റെ മേളിൽ കബോർഡൊക്കെ ചെയ്ത് പിന്നെ അതൊക്കെ വരുമ്പോൾ ഇതിനകത്ത് പൊടി അടിച്ചൊക്കെ കിടക്കും. അപ്പോൾ സാധാരണ ഇപ്പം ആരും അങ്ങനെ ഇതേപോലത്തെ റാക്ക് റൂമിനകത്ത് കൊടുക്കാറില്ല. അപ്പോൾ എൻ്റെയും ഒരു അഭിപ്രായം മാക്സിമം റാക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിതിൽ കബോർഡൊക്കെ ചെയ്ത് അതിനകത്ത് ഉള്ള വേസ്റ്റുകളും എല്ലാം വാരിക്കൂട്ടിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനകത്ത് മുഴുവനും പൊടിയായിരിക്കും. അപ്പോൾ ഒരു കണക്കിന് അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മളിവിടെ നല്ല ലൂസ് ഗ്രൗട്ട് അടിച്ചിട്ട് ചാന്തടിക്കുന്നു. കാരണം ഇവിടെ നല്ല നനവായിരുന്നു ഈ ചുമര്. കാരണം ഇതിൻ്റെ ഔട്ട് സൈഡ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് അവിടെ നിന്ന് ഇതിൻ്റെ ടോപ്പിൽ വെള്ളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പ് ചാന്തിട്ട്, അപ്പോൾ ചാന്ത് നമ്മൾ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ നനവ് ഈർപ്പം താഴോട്ട് അടിക്കുന്നുണ്ട്. കാരണം ടോപ്പിൽ വെള്ളം കെട്ടി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത്തിരി നല്ല ലൂസ് ഗ്രൗട്ട് ഒഴിച്ചിട്ട് തീരെ വെള്ളം ഒഴിക്കാതെ ചാന്തടിച്ചത്. കാരണം അത്രയ്ക്ക് ഇപ്പം തന്നെ ഈ സിമൻ്റ് അടിച്ചപ്പോൾ ഫുൾ ലൂസായി, കംപ്ലീറ്റ് ലൂസായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നത്, ഇപ്പം നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് കൊടുക്കും. അപ്പോൾ റേറ്റ് കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന വർക്കുകളൊക്കെ തിരുവനന്തപുരത്തും എൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ദൂരോട്ടൊക്കെ വർക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ റേറ്റ് ആയിരിക്കില്ല നമ്മൾ ദൂരോട്ടൊക്കെ പോകുമ്പോൾ എടുക്കുന്നത്. കാരണം ഈ ലോങ് ഒക്കെ പോകുമ്പോൾ നമ്മളവിടെ സ്റ്റേ ചെയ്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ നമ്മളെ വീഡിയോ കണ്ടായിരിക്കും വിളിക്കുന്നത്, ഇല്ലെങ്കിൽ വർക്ക് കണ്ടായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ അത് ലോങ് ആയിരിക്കും. ഇതിപ്പം നമ്മളിവിടെ ഒരു മേസ്തിരി ഇതിനകത്ത് കിച്ചൺ പ്ലാസ്റ്റർ ചെയ്യണം കേട്ടോ. കാരണം ഒരാൾ കിച്ചൺ പ്ലാസ്റ്റർ ചെയ്യാണ്, ഞാൻ ഒരു റൂമിലും കയറി. അപ്പോൾ 2 മേസ്തിരിമാർ 2 റൂമിലാണ്. ഓക്കെ. അപ്പം നമ്മൾ സ്റ്റേ ചെയ്ത് നമ്മളെ ഫുഡ്, നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നതിന് നമ്മളെ ചിലവും കാര്യങ്ങളും അതൊക്കെ നോക്കുമ്പോൾ നമ്മളിവിടെ നമ്മളെ നാട്ടിൽ കൊടുക്കുന്ന ശമ്പളം ആയിരിക്കില്ല നമ്മൾ ജോലിക്കാർക്ക് കൊടുക്കുന്നത്. കാരണം ഇവിടെ എത്ര രൂപയാണോ നമ്മൾ കൊടുക്കുന്ന ശമ്പളം അതിനേക്കാളും ചെറിയൊരു മാറ്റം വരുത്തിയായിരിക്കും നമ്മൾ ഹെൽപ്പറായാലും മേസ്ത്രി ആയാലും നമ്മൾ ശമ്പളം കൊടുക്കുന്നത്. കാരണം അവർക്ക് ഫുഡിൻ്റെ ചിലവ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ റേറ്റിന് കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർ പറയും, അയ്യോ ഇത് ഭയങ്കര റേറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ട് അവരങ്ങ് പറയും. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോ കൂടി പറയാൻ കേട്ടോ. കാരണം നമ്മൾ ലോങ് വർക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് അതിൻ്റേതായിട്ടുള്ള റേറ്റായിരിക്കും. കാരണം ഫുഡും റൂമും ഇതെല്ലാം നമ്മൾ തന്നെയാണ് നോക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സൈറ്റിലായിരിക്കും കിടക്കുന്നത്, എന്നാലും ഫുഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് റേറ്റിന് ചില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റേറ്റിന് വർക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് കോൺട്രാക്ടർമാരുണ്ട്, ഒരുപാട് ആൾക്കാർ വർക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ റേറ്റിനാണ് ഇവിടെ നമുക്ക് പ്ലാസ്റ്ററിങ് എന്നുള്ള വർക്ക് എനിക്ക് റേറ്റിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ റേറ്റിനെടുക്കുമ്പോൾ നമ്മൾ റേറ്റിനെടുത്താലും എങ്ങനെ ചെയ്താലും നമ്മൾ ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം നമ്മൾ റേറ്റിനെടുത്ത് നമുക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എങ്ങനെയെങ്കിലും പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർക്ക് മാത്രമേ കിട്ടുള്ളൂ, അടുത്ത വർക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ റേറ്റിനെടുത്തെങ്കിൽ, കാരണം ഇതിൻ്റെ ബ്രിക്ക് വർക്ക് കിട്ടിയത് സ്ട്രക്ചർ വർക്കിങ്ങുകളൊന്നും ഞാനല്ല ചെയ്തത്, അത് വേറൊരു ടീമാണ് ചെയ്തത്. അപ്പോൾ ഇത് സ്ട്രക്ചർ വർക്കിൻ്റെ ഒരുപാട് പോരായ്മകൾ ഈ ബിൽഡിങ്ങിലുണ്ട്, ഒരുപാട് പോരായ്മ. അപ്പം കുറേയൊക്കെ ഞങ്ങളത് ക്ലിയർ ചെയ്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ എത്ര സ്ട്രക്ചർ ഇപ്പോൾ കെട്ടുന്നതിൽ എത്ര മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മളത് തീർക്കണം, അതാണ് നമ്മുടെ കഴിവ്. കാരണം ഇപ്പോൾ അവർ കെട്ടിയിരിക്കും, ഇപ്പോൾ കെട്ടൊക്കെ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കാണെങ്കിൽ നമുക്ക് എത്രത്തോളം നീറ്റായിട്ട് ഇപ്പോൾ അതായത് നല്ല പെർഫെക്ഷനോടെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ആ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക് ചിലപ്പം കുറച്ച് സ്ലോ ആയിരിക്കും, ചില ദിവസങ്ങൾ സ്പീഡായിരിക്കും, ചില ദിവസങ്ങൾ സ്ലോ ആയിരിക്കും. പക്ഷേ ഞങ്ങളിവിടെ ഓരോ ദിവസം വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്താൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ജനൽ വരുന്ന ഭാഗങ്ങളൊന്നും കട്ട് ചെയ്തിടില്ല, അതായത് അടുത്ത ദിവസം തേക്കാൻ വേണ്ടി ആ ലെവലിൽ നമ്മൾ ചെയ്യില്ല. നമ്മൾ മാക്സിമം വർക്ക് തീർത്ത് തന്നെ ഇറങ്ങും. അങ്ങനെയാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമെന്നറിയാം, ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിപ്പോൾ റേറ്റ് വർക്കായാലും ശമ്പളം, ഇപ്പോൾ റേറ്റിനാണെങ്കിൽ നമുക്ക് ഓടി എങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് സ്പീഡിന് ചെയ്ത് ഒരു ദിവസമൊക്കെ മതി നമുക്ക് ഒരു റൂം ഫുള്ള് ഫിനിഷ് ചെയ്യാൻ. അപ്പോൾ നമ്മളിതിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ കറക്റ്റ് അതായത് തൂക്കട്ട വെച്ച് പ്ലാസ്റ്ററിങ് തൂക്കെടുക്കേണ്ട അടുത്തൊക്കെ നമ്മൾ തൂക്കട്ട എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ ഇത് തൂക്കിയാണ് ഈ ഭിത്തി തേക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അലമാര വരുന്ന സൈഡും ഈ റാക്കിൻ്റെ മേളിൽ കബോർഡ് വരുന്ന സൈഡും എപ്പോഴും നമ്മൾ തൂക്കട്ട വെച്ച് ലെവൽ ചെയ്ത് വേണം പ്ലാസ്റ്ററിങ് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കബോർഡിങ്ങിൻ്റെ വർക്ക് നടക്കുമ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസം കാണിക്കും, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരും. അപ്പോൾ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഇതുപോലെ തൂക്കി ലെവലായിട്ട് തന്നെയാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. രണ്ടാമത് പ്ലാസ്റ്ററിങ്ങിൻ്റെ മിക്സിങ്, അത് മസ്റ്റായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ മസാല മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് 5-1. ഒരുപാട് ആൾക്കാർ എനിക്ക് വീണ്ടും കമൻറ്റ് ചെയ്യുന്നുണ്ട് 5-1 6-1 7-1. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം 5-1 നിങ്ങൾ 6-1 അല്ലെങ്കിൽ 7-1 ഇട്ട് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് ഒരു 2-3 ദിവസം നനച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു കൈ കൊണ്ട് ചുരണ്ടി നോക്കിയേ, അപ്പോൾ നിങ്ങൾക്കറിയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കരണ്ടിയോ എന്തെങ്കിലും വെച്ച് തേച്ച് കഴിഞ്ഞാൽ കറക്റ്റായി പൊടിഞ്ഞളവും. അതേസമയം 5-1 ഇട്ട് നമ്മൾ ചാന്ത് മിക്സ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം സിമ്മൻ്റ് ഇട്ട്, മണൽ എത്രയാണ് ഇടുന്നത് അത് സിമ്മൻ്റ് ഇട്ട് 2 വട്ടം നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം വെള്ളമൊഴിച്ച് അത് ചാന്ത് മിക്സ് ചെയ്ത് നമ്മൾ പണി ചെയ്യാൻ വേണ്ടി. അല്ലാതെ ഒറ്റ ഇളക്കി കഴിഞ്ഞാൽ ഈ സിമ്മൻ്റ് അടിയിൽ പോകും, മണ്ണായിരിക്കും മേളിൽ. അത് വർക്ക് ചെയ്യുമ്പോൾ മേസ്തിരിക്കും പണി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ തന്നെ വർക്ക് നല്ല രീതിയിൽ ഫിനിഷിങ് ആവത്തില്ല. ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. കാരണം ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നതും ചില ആൾക്കാർ അത് വിട്ടുകളയും. അത് കുഴപ്പമില്ല, അത് നമുക്ക് അടുത്ത വർക്കിൽ തീർക്കാം, അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൽ തീർക്കാം, പുട്ടിയിൽ തീർക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നിൽക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നാലും വീട്ടിലെ ക്ലയൻ്റ് ആയിരുന്നാലും ആരായിരുന്നാലും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വർക്ക് നല്ല ഈസി ആയിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ ഈ ഒരു റൂമിൽ ഒരു മേസ്തിരിയാണ് കയറിയത്, ആ കിച്ചണിൽ ഒരു മേസ്തിരി. നിങ്ങൾക്ക് ആ ഡോറിൽ കൂടി നോക്കുമ്പോൾ കാണാം ഒരു മേസ്തിരിയെ കിച്ചണിനകത്ത് നിന്ന് പ്ലാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ തട്ടിൻ്റെ സീലിങ്ങൊക്കെ തലേ ദിവസം നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടിരുന്നു. കിച്ചണിൽ നമ്മളൊരു തട്ടും ഒരു ചുവരും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ സിമ്പിൾ പണിയേ ഉള്ളൂ. കാരണം 2 ചുമരുമുണ്ട്, ബാക്കിയുള്ള ചുമര് നമ്മൾ നേരത്തെ പ്ലാസ്റ്റർ ചെയ്തു. 2 ചുമരുമുണ്ട്, ഒരു റാക്കുമുണ്ട്. അതുപോലെ തന്നെ എനിക്കിവിടെ ചുമരുമുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വർക്ക് ഫാസ്റ്റായിട്ട് നടക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരെ പ്ലാൻ ചെയ്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ കോൺട്രാക്ടർ വർക്ക് എടുക്കുന്ന ആൾ വളരെ ഐഡിയപൂർവ്വമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരില്ല, ഒരിക്കലും നഷ്ടം വരില്ല. കാരണം ഒരാൾ വർക്ക് എടുക്കുമ്പോൾ അവർക്കൊരു ലാഭം വേണം. ലാഭം കിട്ടിയാൽ മാത്രമേ അവർ അടുത്ത വർക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ
ഈ ഒരു റൂമിൽ എൻ്റെ കണക്ക് പ്രകാരം ഇപ്പോൾ നോക്കുന്നെങ്കിൽ ആൾ എത്ര മേസ്ത്രി ആയെന്ന് നിങ്ങൾക്കറിയാം, കാണുമ്പോൾ തരാം. പിന്നെ ഈ വീടിനൊരു പോരായ്മ ഈ ഒരു സ്ട്രക്ചർ വർക്ക്, കാരണം ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്, ഒരു 10 സെൻറ്റിമീറ്റർ. ഈ റൂമിൽ ആവശ്യമില്ലാത്തൊരു ഇതായിരുന്നു ഇത്. ഈ വീടിൻ്റെ സ്ട്രക്ചർ വർക്ക് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. പിന്നെ ഞങ്ങൾ അത്യാവശ്യം അത് അറിയാത്ത രീതിയിൽ പ്ലാസ്റ്റർ ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് കിച്ചൺ, മേസ്ത്രി ഒരു കിച്ചൺ പ്ലാസ്റ്ററിങ് ചെയ്ത് കിച്ചൻ്റെ വർക്കും കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം എന്ത് ഫാസ്റ്റായിട്ടാണ് നമ്മളെ വർക്ക് നടക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ, നമുക്കും ലാഭം, ക്ലയൻറ്റിനും ലാഭം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.